ഹെൽപ്പ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. പേഴ്സണൽ അറ്റാക്സ് നടത്തും. ഇതിലൂടെ കിട്ടട്ടെ, അത്രേ ഉള്ളൂ. പിന്നെ ഒരു ഡേവിഡ് വാർണർ എനിക്ക് കിട്ടി, ഒരു പുതിയൊരു ആക്ടറിനെ മലയാളത്തിന് കിട്ടിയിരിക്കുകയാണ്, ഹാരൻ മത്തായി. ഈ സിനിമയിൽ അറ്റാക്ക് വരുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് അതിനെപ്പറ്റി ഊഹിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. വന്നേക്കാം, വരാതിരിക്കാം, നമ്മളൊരിക്കലും വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അല്ലെങ്കിൽ വരുമെന്ന് നമുക്കൊരു ഹോപ്പ്, നമ്മുടെ ഹോപ്പ് എന്തോ പോസിറ്റീവായിട്ട് ആൾക്കാർ ഇത് എടുക്കുമെന്നല്ലേ. അങ്ങനെ പോസിറ്റീവ് എൻവയോൺമെൻറ്റ് ഉണ്ടാവുമെന്ന് ഒരു പ്രതീക്ഷ അല്ലാതെ വേറൊന്നുമില്ല. പ്രേക്ഷകർ സിനിമ കാണട്ടെ, കണ്ട് അതേപോലെ ആത്മാർത്ഥമായ അഭിപ്രായം അറിയിക്കട്ടെ. ജസ്റ്റ് ഈ സിനിമ കാണാൻ വരുമ്പോൾ ഈ ഒരു പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റും എല്ലാം കൂടെ ചേർത്ത് പറയുന്നത് ഇത് എൻ്റെ ഒരു സിനിമയായിട്ട് കാണാൻ വരുന്നത്, ഇത് ഡയറക്ടറുടെ സിനിമയായിട്ട് കാണാൻ വരും. എന്നിട്ട് അതിൽ എന്നെ വിലയിരുത്താനോ ആരെയും വളരെ വിലയിരുത്തില്ല. പിന്നെ ആക്ഷൻ പ്രതീക്ഷിക്കുക, ആക്ഷൻ ത്രില്ലറാണ്. ആക്ഷൻ അതിലെന്താണ് വരുന്നത്? pretty much. അങ്ങനെയൊന്നുമില്ല ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡയറക്ടറിന് എന്നെ കണ്ട് എന്തെങ്കിലും തോന്നി അതേപോലത്തെ ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ ഏതൊരു ക്യാരക്ടറും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അതിനുള്ള ഒരു എക്സ്പീരിയൻസും എനിക്ക് വേണം. അത് സിനിമകൾ ചെയ്താലേ വരത്തുള്ളൂ. അതല്ലാതെ ഡയറക്ടേഴ്സിനും കൂടെ ഞാൻ മാത്രമല്ല തീരുമാനിക്കുന്നത്. ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഇതേപോലെ ഇന്നെനിക്ക് സുരത്തേട്ടനും അനിലേട്ടനും സാമിലേട്ടനും സിനിമ ഇറങ്ങുന്ന സമയത്ത് ഗോപാലൻ സാറാണെങ്കിലും കൃഷ്ണമൂർത്തി ചേട്ടനാണെങ്കിലും ഡ്രീം ബിഗ് സുരത്തേട്ടനാണെങ്കിലും ഇവരെല്ലാവരും എനിക്ക് തന്ന അവസരം പോലെ ഒരവസരം കൂടി ഇനി അടുത്ത് കിട്ടുമ്പോഴേ എനിക്ക് അടുത്തൊരു ഗ്രോത്തിന് ഓപ്പർച്യൂണിറ്റി ആവത്തുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത സിനിമ വരാൻ പോകുന്നുണ്ടോ? ഞാനത് നെക്സ്റ്റ് ഈ സിനിമയുടെ റിലേറ്റഡ് ആയിട്ടൊരു കാര്യമുണ്ട്. ഞാനൊരു 1 വീക്കിനുള്ളിൽ എല്ലാം പ്രേക്ഷകരെ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ സുരേഷ് ഏട്ടൻ ഒരു കാലത്ത് ചെയ്തിരുന്ന പോലെ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകളാണോ മാധവും ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്? ചേട്ടനെ ചോദിച്ചാൽ അത് തന്നെ അല്ല, ലൈക്ക് ഒരു കാര്യത്തിലല്ല. ഇപ്പോൾ ചെയ്താൽ കൊള്ളാവുന്നുണ്ട് പല ടൈപ്പ് റോൾസ്. പക്ഷെ അതിലും ഞാൻ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ വളരുന്നുണ്ട്. അതായത് ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് എത്തുമ്പോഴല്ലേ നിങ്ങൾ സിനിമകൾ കണ്ട് ഇഷ്ടപ്പെടുത്തുന്നത്. എല്ലാ സിനിമകളും ഇപ്പോൾ ഒരു ആക്ഷൻ സിനിമയിൽ എൻ്റെ ബോഡി ലാംഗ്വേജ് ആയിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. എൻ്റെ അഭിനയത്തിനെക്കാട്ടിലും അഭിനയം ഇമ്പോർട്ടൻ്റ് അല്ലെന്നല്ല, പക്ഷേ അതിനെക്കാട്ടിലും ബോഡി ലാംഗ്വേജ് റെസ്പോൺസ് ഒക്കെ ആയിരിക്കും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു സിനിമയിൽ ഐ ഡോണ്ട് ഹാവ് ടു ബി ദ പെർഫെക്റ്റ് ആക്ടർ, നീദർ വിൽ ഐ എവർ ബി എ പെർഫെക്റ്റ് ആക്ടർ. പക്ഷേ ഒരു ബെറ്റർ ഒരു കോമഡി അല്ലെങ്കിൽ ഒരു ഇമോഷണൽ റോൾ ചെയ്യാൻ അഭിനയിക്കാൻ കുറച്ചും കൂടെ അറിയണം. അത് ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. എനിക്ക് ആ പഠിക്കാനുള്ള സമയത്തിനും സ്പേസിനും വേണ്ടി മാത്രമേ ഞാൻ ആരുടെ ചോദിച്ചിട്ടുള്ളൂ. തരാൻ പറ്റുമെങ്കിൽ തരുക. ഇല്ല, ചേട്ടൻ വൈകുന്നേരം സത്യം പോസ്റ്റ് പ്രൊഡക്ഷൻ എന്തോന്നുണ്ട്. ഇതിൻ്റെ പുറകെ ആയതുകൊണ്ട് എനിക്ക് ആക്ച്വലി വീട്ടുകാരായിട്ട് ഒരു നേരം ഇത് സംസാരിക്കാൻ പറ്റിയില്ല. വല സിനിമയുടെ നിലവിലുള്ള അപ്ഡേഷൻ എന്താണ്? വല സിനിമയുടെ നിലവിലുള്ള അപ്ഡേഷൻ എന്താണ്? അത് ചേട്ടനോടല്ലേ ചോദിക്കണ്ട. വല സിനിമയുടെ ഭാഗമാണല്ലോ. സുരേഷ് ഗോപി ആളെ മാറിപ്പോയി. ചേട്ടനോടല്ലേ ചോദിക്കുന്നത്. ചേട്ടൻ വലയുടെ ലീഡാണ്. സോ അന്ന് പ്രൊമോയില് മാധം വന്നിട്ടില്ല. He's the right person to answer questions regarding വല. നിലവിൽ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ പാകമാണ്. നിലവിലത്തെ മാധവ് വന്ന് പാലക്കാട് ഷൂട്ടൊക്കെ ചേട്ടൻ്റെ പോർഷൻസ് ആയിരുന്നു. മാധവ് ജോയിൻ ചെയ്തിട്ടില്ല നിലവിൽ. ഏതാ? മാധവ് ജോയിൻ ചെയ്തിട്ടില്ല നിലവിൽ. ഷൂട്ടിലുള്ളതല്ലേ? അങ്കോട്ടാസ്. ഓക്കെ.